എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനകമ്മ പിങ്കിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പിങ്കിയോട് പറഞ്ഞു, മോളെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആ മോഹിനിയുടെ പവിത്രയുടെ കൂടെ തന്ത്രമാണെന്ന് തോന്നുന്നത്. മോളുടെ ശാന്തിപുര യാത്ര മുടക്കിയെന്ന് പറയാ. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, കനകമ്മേ ഞാൻ അതുകൊണ്ടല്ല പോകത്തെ, സുമംഗലാമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറയണം. സുമംഗലാമ്മയ്ക്ക് വയ്യേ? സുമംഗലാമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. സുമംഗലാമ്മ ഒന്ന് വീണെന്ന് പറയാണ്. ലക്ഷ്മിയമ്മ പറഞ്ഞു, സുമംഗലാമ്മ വീണതുകൊണ്ടാ പിങ്കിമോള് പോകത്തേന്ന് പറയണം. അതിനിപ്പോ വീണെങ്കിൽ എന്താ, ഹോസ്പിറ്റലിൽ പോവല്ലേ ചെയ്യണ്ടേ? അതിന് പകരം പിങ്കിമോള് ശാന്തിപുര യാത്ര മുടക്കേണ്ട കാര്യം ഉണ്ടായാലും ചോദിക്കാം. അത് ആര് കൊണ്ടാനാ സുമംഗല ഹോസ്പിറ്റലില്? സുമംഗല തന്നെയല്ലേ താമസിക്കണേ? ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആരും വേണ്ടേ? അതിനൊരു ആരെങ്കിലും നിർത്തിയാ പോരെ? ഒരു ഹോം നഴ്സിനെ നിർത്തിയാ പോരെ? അതിന് പിങ്കുമോളുടെ യാത്ര മുടക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നേ ഇത് മിക്കവാറും ആ മോഹിനിയുടെയും പവിത്രയുടെയും ഗൂഢതന്ത്രമായിരിക്കും എന്ന് പറയാം. നീ എന്തൊക്കെയായി പറയണമെന്ന് ലക്ഷ്മി ചോദിക്കാം. എന്റെ ലക്ഷ്മിയമ്മേ, ഞാൻ ഇതുപോലെ എത്ര നമ്പറുകൾ ഇട്ടിരിക്കുന്നു. എന്റെ വീട്ടിലെ എന്റെ മകനും ഭാര്യയും കൂടെ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ തന്ത്രം ഇറക്കും. ഞാൻ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലും. അടുക്കളയിലിരുന്ന് പാത്രം എടുത്ത് നിലത്തിട്ടിട്ട് അയ്യോ ഞാൻ വീണേന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അലറിക്കരയും. അവര് വരും. അപ്പൊ അവരുടെ യാത്ര അങ്ങോട്ട് മുടങ്ങും, സിനിമയ്ക്ക് പോക്ക് മുടങ്ങും. അങ്ങനെ ആ സിനിമയുടെ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും എനിക്കൊരു കുഴപ്പമില്ലെന്നുള്ള തട്ടി ഞാൻ പൊടിയും തട്ടി അങ്ങോട്ട് എഴുന്നേറ്റ് പോകും. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഐഡിയ? കൊള്ളാമല്ല എന്ന് ചോദിക്കണം എന്നും പറഞ്ഞ് കനകമ്മ അങ്ങോട്ട് ചിരിക്കുവാണ്. ഈ സമയത്ത് പിങ്കി പറഞ്ഞു, അതെ സുമംഗലാമ്മയുള്ള അത്രക്കാരിയൊന്നും അല്ലെന്ന് പറയാണ്. ശരിയാ, സുമംഗലാമ്മ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ വേറെന്തേലും തന്ത്രങ്ങളൊക്കെ പറഞ്ഞ് സുമംഗലാമ്മയുടെ മനസ്സ് മാറ്റി ഇങ്ങനെ ചെയ്യിച്ചതാണെങ്കിലോ ഈ പറയുന്ന പിങ്കി മോഹിനിയൊക്കെ അല്ല പവിത്ര മോഹിനിയൊക്കെ എന്ന് ചോദിക്കണം. ഇത് കേട്ടത് ലക്ഷ്മിയമ്മ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? കേട്ടിട്ട് തന്നെ ചെവി പെരുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ലക്ഷ്മിയമ്മ. ആ സമയത്ത് പിങ്കിയോടും കനകം പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞൊന്നും വിശ്വസിക്കാതിരിക്കണ്ട, ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമോന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലിരുന്ന ജ്യൂസ് അങ്ങോട്ട് കുടിക്കുകയാണ്. മോൾക്ക് വേണ്ടെന്നല്ല പറഞ്ഞേ, ഇത് തണുത്തിട്ടുണ്ടെങ്കിലേ ഇത് അപ്പടി കയ്പൊക്കെ ആയിരിക്കും, കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിങ്കി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഈ സമയത്ത് ഗൗതമും നന്ദുവും കൂടെ നേരെ ഗൗരിയുടെ വീട്ടിലേക്ക് എത്തുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി വന്നത് ഗൗരിമോളായിരുന്നു. ഗൗരിമോൾ വന്നിട്ട്, എത്ര സമയമായി നന്ദു ഞാൻ കാത്തിരിക്കണം എന്ന് പറയാം. നന്ദു പറഞ്ഞു, ഞാനും അതുപോലെ ആയിരുന്നു കാണാനായിട്ട്. ഈ സമയം ഗൗരി പറഞ്ഞു, അതെ അങ്കിളെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറച്ച് സമയത്തേക്ക് എനിക്ക് നന്ദുവിനെ ഒന്ന് വിട്ടു തരണം കേട്ടോ. എനിക്ക് നന്ദുവിനോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഗൗരി നന്ദുവിന്റെ കൈ പിടിച്ചിട്ട് ബാ നന്ദു എന്ന് പറഞ്ഞ അകത്തേക്ക് ഇരിക്കൊണ്ട് പോകണം. പിന്നീട് ഗൗതത്തിനെ അകത്തേക്ക് വിളിക്കുക. അങ്ങനെ ഗൗതം അകത്തേക്ക് വന്നു. ഈ സമയത്ത് ഗൗരി അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മേ ഇതേ നന്ദു വന്നു കിട്ടോ എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റെയർ കേസ് ഇറങ്ങി നന്ദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക. നന്ദ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗൗതത്തിനെ കണ്ടു. ഒരു നിമിഷം നന്ദ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണുന്ന ഗൗതത്തിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് നന്ദ. എന്നിട്ട് ചോദിച്ചു, ഗൗതം സാർ എന്നെ ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലോ, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് കാണാൻ വരാനായിട്ട് തോന്നിയില്ലോ എന്ന് പറയണം. അത് പിന്നെ നന്ദ, ഞാൻ കരുതി നീ മരിച്ചിട്ടുണ്ടായിരിക്കുന്നു. കാരണം മരിച്ചവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് നിന്റെ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അന്വേഷിക്കായിരുന്നേ. നീ മരിച്ചെന്ന് ഇത്രയും കാലം ഞാനിങ്ങനെ നീറി ഉരുക്കി കഴിയുമായിരുന്നു പറയണം. എന്നാലും വേണ്ടിയിരുന്നില്ല, എന്നെ ഒന്ന് അന്വേഷിക്കുമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയണം. എന്റെ തെറ്റാ. അല്ല ഗൗതം സാറിന് എന്നെ ഒന്ന് തടയായിരുന്നല്ലോ. ഞാൻ അവിടെ നിന്ന് കുഞ്ഞിനെ കഴിഞ്ഞിട്ട് എടുത്തോണ്ട് പോകുന്ന സമയത്ത് പോവണ്ട നന്ദ എന്നൊരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഞാൻ പോരത്തില്ലായിരുന്നല്ലോ, ഞാൻ ആ വീട്ടിൽ തന്നെ കാണില്ലായിരുന്നു ചോദിക്കുക. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? നമ്മുടെ ജീവിതം തകരുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, എല്ലാം എന്റെ തെറ്റാ, ഞാൻ ചെയ്ത തെറ്റാന്ന് പറഞ്ഞിട്ട് ഗൗതം പറയാണ്. പെട്ടെന്ന് ഗൗരിമോള് നന്ദയുടെ കയ്യിലേക്ക് വന്ന് പിടിക്കുകയാണ്. നന്ദയോട് ചോദിച്ചു, അമ്മ എന്താ സ്വപ്നം കാണുകയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇത്രയും സമയം കണ്ടതൊക്കെ അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള ആ മനസ്സിലെ ആ വേദനകളൊക്കെ ആയിരുന്നു. ഒരു നിമിഷം ആലോചിച്ച് ചിന്തിച്ചു പോയതാണ് അവര്. നന്ദ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാണ് സ്റ്റെയർ കേസിൽ നിന്നിട്ട് ഗൗതത്തിനെ പോയി കെട്ടിപ്പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ. അമ്മ എന്താ മിണ്ടാത്തെ? അമ്മ എന്താ സ്വപ്നം കാണുവാണ്? അതെ നന്ദുവിന്റെ പപ്പയെ വന്നിരിക്കുന്നു, അവരെ വിളിക്കമ്മേ. ഇത് നന്ദുവിന്റെ പപ്പയോട് സംസാരിക്കാൻ പറയാണ്. ഈ സമയം നന്ദു നോക്കിക്കഴിഞ്ഞപ്പോ ഗൗതം ഒന്നും മിണ്ടാതിരിക്കുക. പപ്പ എന്താ മിണ്ടാതെ ഇങ്ങനെ നിക്കണേന്ന് ചോദിക്കാം. ഈ സമയം ഗൗതം നന്ദുവിനെ കയ്യിലേക്ക് എടുത്തു. ബാ നമുക്ക് പോവാന്ന് പറയണം. പോകാനാ? എങ്ങോട്ട്? ബാ നമുക്ക് പോവാന്ന് പറയണം. ഇല്ല പപ്പ പോണ്ടാന്ന് പറയാം. വരാനല്ലേ ഇങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് മോനെ എടുത്തിട്ട് അങ്ങ് നടക്കുവാണ്. നേരെ കാറിനകത്തേക്ക് പോയി കയറി. ഈ സമയം നന്ദ ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ അവര് പോകുന്നു അമ്മേ, അവരെ തടയ പോവല്ലേന്ന് പറ. നന്ദും പപ്പായും പോന്നു. അമ്മ വിളിക്കാത്തോണ്ടാന്നു അവര് പോയത്. കുഞ്ഞിനങ്ങനെയാളെ അറിയുള്ളൂ. വിളിക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് ഇങ്ങനെ തട്ടുവാണ്.
ഗൗരി ഇത് പറഞ്ഞു കേട്ടപ്പോഴത്തേനും നന്ദ ഒന്നും മിണ്ടാതിരിക്കുക. അമ്മ പറമ്മ എന്ന് പറഞ്ഞിട്ട് ഗൗരി കിടന്ന് കരയാനായിട്ട് തുടങ്ങി. പക്ഷെ എങ്കിൽ നന്ദ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നീട് ഗൗതം കുഞ്ഞിനെ കൂടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നന്ദി ചോദിച്ചു, അല്ല പപ്പ, പപ്പ എന്തിനാ പോന്നേ? എന്നെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുവന്നല്ലേ, എന്നിട്ട് എന്താ പപ്പ അവിടെ ഒന്നും മിണ്ടാതെ എന്താ പോന്നേന്ന് ചോദിക്കണം. അതെ, നമുക്ക് പോവാന്ന് പറയണം, നമുക്ക് ആ ഡോക്ടറുടെ ചികിത്സ വേണ്ടെന്ന് പറയാ. അതെന്താ പപ്പ അങ്ങനെ പറഞ്ഞേ? ഡോക്ടറുടെ ചികിത്സ വേണ്ടാന്നോ? പിന്നെ എന്തിനാ പപ്പ നമ്മൾ ഇവിടം വരെ വന്നേ? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നന്ദു? മനുഷ്യന്റെ സ്വസ്ഥത സഞ്ചിപ്പിക്കാനെന്ന് പറയാം. ഓ അങ്ങനെയാണല്ലേ, അന്ന് എന്റെ പപ്പാടി ഞാൻ കൂട്ടില്ല, ഞാൻ മിണ്ടുന്നില്ലെന്ന് പറയാ. ഇപ്പൊ നമ്മൾ റൂമിലേക്കാ പോണേന്ന് ഗൗതം പറയാണ്. തൽക്കാലത്തേക്ക് ആ ഡോക്ടറുടെ ചികിത്സയൊന്നും വേണ്ടെന്ന് പറയാം. നന്ദുവിന് ഭയങ്കര സങ്കടമായിപ്പോയി. ഈ പപ്പായ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് പോലും നന്ദുവിന് മനസ്സിലായില്ല. ഈ സമയം നന്ദ അവിടെ പോയി ഇരിക്കുകയാണ്. നന്ദയുടെ അടുത്തേക്ക് ഗൗരി എന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടി അമ്മയെ കാണിച്ചേ? അമ്മയ്ക്ക് അവരോടൊന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ? അതുകൊണ്ടല്ലേ അവര് പിണങ്ങി പോയത്. അമ്മ വിളിക്കാത്തോണ്ടാണ് നന്ദുന്റെ പപ്പ പോയത്. അപ്പോഴേക്കും നളിനി വന്നിട്ട് ചോദിച്ചു, എന്താ നന്ദേ, നന്ദ എന്ത് പരിപാടി കാണിച്ചേ? ഇത്ര സമയം ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിയത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? അവർക്ക് വേണ്ടിയിട്ടല്ലേ? അവരൊന്നും വിളിക്കണ്ടായിരുന്നോ? ഗൗരിമോള് പറയുന്ന പോലെ നന്ദയ്ക്ക് ഇത് എന്ത് പറ്റിന്ന് ചോദിക്കാം. ഒന്ന് നിർത്തുന്നുണ്ടോ നളിനി ചോദിക്കാം. അതിന് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ്. മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട്. ഈ സമയം ഗൗരി പറഞ്ഞു, അമ്മ എന്തമ്മ ഇങ്ങനെ പറയണേ? അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നന്ദുവിനെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുവന്നല്ലേ നന്ദുവിന്റെ പപ്പ. ഈ സമയം നളിനി ചോദിച്ചു, അല്ല അവര് പോയ സമയത്ത് എന്താ ഒന്നും വിളിക്കാതെ? അല്ലെങ്കിൽ നന്ദ എന്താ അവരോടൊന്നും മിണ്ടാത്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, അമ്മ മിണ്ടിയില്ല, പക്ഷെ നന്ദുവിന്റെ പപ്പയാ നന്ദുവിനെ എടുത്തോണ്ട് പോയെന്ന് പറയാണ്. നന്ദുവിന്റെ പപ്പയാ? അതെ, നന്ദുവിന്റെ പപ്പ അമ്മേനെ കണ്ടത് ഒന്ന് നോക്കിയിട്ട് എടുത്തോണ്ട് പോയെന്ന് അങ്ങോട്ട് പറയാണ്. എന്താ നന്ദേ, എന്തേലും കാര്യമുണ്ടോ? എന്തേലും കാര്യമുണ്ടോ തുറന്നു പറ. ദേ മനുഷ്യന് സമാധാനം കളയാതെ പൊക്കണം എന്ന് പറയണം. ദേ എന്തോ പിശാശ് കൂടി ഇരിക്കുക മോളെന്ന് ഗൗരിയോട് പറയണം. അതെ, അമ്മേനെ എനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കാണിക്കുമെന്ന് ചോദിക്കും. ഒറ്റ ഒരെണ്ണം കൂടെ വെച്ച് തന്നാലോ ഉണ്ടല്ലോ എന്ന് ഗൗരിയോട് നന്ദ പറയാ. ഇത് കേട്ട് കഴിഞ്ഞ് നല്ല പറഞ്ഞു, ആഹാ കുഞ്ഞിനെ തല്ലു അല്ലേ? ഒന്നാം തല്ലുന്നൊന്ന് കാണട്ടെ എന്ന് പറയണം. ഓ എന്റെ കുഞ്ഞാണ്, ഞാൻ തല്ലൂന്ന് പറയണം. അന്ന് ഒന്ന് തല്ലിക്കേന്ന് പറയണം. അതെ, നല്ലിയുടെ ജോലിക്കാരിയാണെങ്കിൽ നല്ല ഇവിടുത്തെ ജോലി ചെയ്തെന്ന് നിന്നാ മതി, ബാക്കി കാര്യങ്ങളൊന്നും ഇടപെടണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് നളിനി പറഞ്ഞു, കുഞ്ഞിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടും, അതിനിപ്പം നന്ദ ഡോക്ടർ എന്ത് പറഞ്ഞാലും ശരി, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം. ഈ സമയത്ത് ആകെപ്പാടെ സങ്കടമായിപ്പോയി ഗൗരി കരഞ്ഞോണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി ഓടിപ്പോവാണ്. നളിനിക്ക് സങ്കടമായിപ്പോയി. പാവം ഗൗരിമോളുടെ ദേഹത്തേക്ക് എന്തിനാ കയറിയത്? എന്തെങ്കിലും ദേഷ്യമുണ്ടോ ആ കുഞ്ഞിനോട് തീർക്കേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാം നന്ദ ഡോക്ടറുടെ മനസ്സിൽ എന്തോ ഒന്ന് കയറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പറയണം. അപ്പോഴേക്ക് നിർമ്മൽ അങ്ങോട്ടേക്ക് വന്ന്, ആഹാ ഇതെന്ത് പറ്റി? രണ്ടുപേരും ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കാണ്. എന്താ രണ്ടുപേരുടെ മുഖം കടന്നലും കുത്തിപോലെ ഉണ്ടല്ലോ? പെട്ടെന്ന് നല്ല പറഞ്ഞു, ഞാൻ അകത്തേക്ക് അല്ലട്ടെ, കുഞ്ഞിന്റെ അടുത്തേക്ക് അല്ലട്ടെ എന്ന് പറഞ്ഞ് ഗൗരിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നന്ദയോട് ചോദിച്ചു, എന്താ നന്ദ, ഞാനാണെങ്കിൽ നന്ദുവിനും പപ്പേനെയും കാണാനായിട്ട് വന്നാ, അവര് വന്നില്ലേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പറഞ്ഞു, വന്നു എന്ന് പറയണം. വന്നോ? എന്നിട്ട് അവരെന്ത് ചെയ്യാന്ന് ചോദിക്കുക. വന്നതുപോലെ തന്നെ പോയെന്ന് പറയാണ്. വന്നതുപോലെ പോയോ? അപ്പൊ ആ കുഞ്ഞിന് ചികിത്സ വേണമെന്ന് പറഞ്ഞിട്ട് ചികിത്സയൊന്നും വേണ്ട എന്ന് ചോദിക്കുകയാണ്. അല്ല എന്താ നന്ദേ, നിന്റെ മുഖം കെട്ട് എന്തോ തോന്നുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. വന്നായിരുന്നു അവര്, പക്ഷെ ഞാൻ കാണുകയും ചെയ്യുന്നു പറയണം. നന്ദുവിന്റെ പപ്പ ആരാന്നറിയാവോ? ആരാന്ന് പറഞ്ഞല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ, അല്ലെ പിന്നെ ഞാൻ ആരാന്ന് എങ്ങനെ അറിയണേന്ന് ചോദിക്കാണ്. അത് ഗൗതം സാറാന്ന് പറയണേ. ഗൗതം സാറ്? അതെ, നന്ദുവിന്റെ പപ്പയാ ഗൗതം സാറ്. എന്നെ കണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന് പറയണം. ഒരു നിമിഷം നിർമ്മൽ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്, കേട്ടത് വിശ്വസിക്കാനാവാതെ. ഈ സമയത്ത് ഗൗതമും നന്ദുവും കൂടെ റൂമിലാണ്. അപ്പൊ നന്ദു അടുത്തേക്ക് ഗൗതം ചെന്നിട്ട് ബാമോനെന്ന് പറഞ്ഞ് പിടിച്ചു കഴിയുമ്പത്തേനും നന്ദു പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്, പിണങ്ങി പോയ കട്ടിലേക്ക് പോയി വീഴുവാണ്. പപ്പ എന്നോട് മിണ്ടണ്ട, പപ്പ ചീത്തയാ, എന്നെ ചികിത്സിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പപ്പ എന്താ പറഞ്ഞ, വേറെ ഡോക്ടർ ചികിത്സിച്ച് ഭേദമായിക്കോളും, ഈ ഡോക്ടർ വേണ്ടെന്നല്ല പറഞ്ഞേ, അതുകൊണ്ട് എനിക്ക് പപ്പയോട് കൂട്ടില്ല, ഞാൻ ഇനി പപ്പയോട് മിണ്ടത്തുമില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങി നന്ദോട്ടം പോയി കിടക്കുവാണ്. ഈ സമയത്ത് ഗൗതത്തിന് എന്ത് ചെയ്യണം നടത്തില്ല. ഗൗതം പറഞ്ഞു, നന്ദു നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ, അതാരാന്ന്, ഒരിക്കലും എന്റെ ജീവനായിരുന്നോളാ, ഇപ്പോഴും അതുപോലെ തന്നെയാ. ഒരു പക്ഷെ ആ കുഞ്ഞ് അവൾ അമ്മയെന്നും വിളിച്ചോണ്ടല്ലേ നന്ദയുടെ അടുത്തേക്ക് ചെന്നേ, അതെങ്ങനെ ശരിയാവും? ഗൗതത്തിന് എത്തും പിടിയും കിട്ടിയില്ല. ഇത്രയും കാലം അവൾ ഇവിടെ ജീവിച്ചിരുന്നിട്ട് തന്റെ അടുത്തേക്ക് ഒരു തവണ പോലും വരാത്ത എന്താ? താൻ ഇത്രയും കാലം അവൾക്ക് വേണ്ടിയല്ലേ കാത്തിരുന്നേ? തന്നെ തേടി അവള് വന്നില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടായിട്ട് പോലും. ഒരു പക്ഷെ എന്റെ കുഞ്ഞ് ജീവനോടെ ഇല്ലെന്നാ തോന്നേ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ഒപ്പം കണ്ടേനല്ലോ. ആ പെൺകുട്ടി ഏതാണ്? അവൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ലെന്ന് മെഡിക്കൽ സയൻസ് ഇത് എഴുതിയതല്ലേ? അപ്പൊ അത് അവളുടെ മോളായിരിക്കില്ല. ഒരുപക്ഷെ താൻ നന്ദൂട്ടനെ ദത്തെടുത്തിരിക്കുന്ന വണക്കം അവളും ഗൗരിനെ ദത്തെടുത്തായിരിക്കോ?
അവളൊരു പുതിയ ജീവിതം തുടങ്ങി കാണുമോ? ഒന്നും ഓർത്തിട്ട് എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥയിൽ ഗൗതം നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ട് ഇനിയിപ്പോ എന്തായി തീരുമെന്ന് അറിയത്തില്ല. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇതിന്റെ വൈകുന്നേരത്തെ പ്രമോ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാട്ടോ. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ചാനലിനകത്താണ് നമ്മൾ അബിയുടെയും ജാനിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഇഷിതയുടെയും മഹേഷിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾ കണ്ടവര് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം കാണട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.